ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ചിന്തിപ്പാനും ധ്യാനിപ്പാനും, കർത്താവിൻ്റെ തിരുവാഹത്തിൽ കടന്നു വന്ന് തിരുവചനം ഗ്രഹിപ്പാനും പഠിക്കുവാനും ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ കൺവെൻഷൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോയൽ ചില്ലർ അച്ഛൻ, അതുപോലെ ബഹുമാനപ്പെട്ട ഈ സഭയുടെ വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ആൽബർട്ട് ജോൺ അച്ഛൻ, സുവിശേഷകൻ അഭിലാഷ്, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘം, സ്വാഗതം ചെയ്ത ബഹുമാനപ്പെട്ട സഹോദരൻ, ഈ കൺവെൻഷൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, ഇടവക സെക്രട്ടറി, എല്ലാവരോടും കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതുപോലെ വചനം കേൾക്കുവാനായിട്ട് കടന്നു വന്ന ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നലെ ചിന്തിച്ചതിൻ്റെ തുടർമാനമെന്നോളം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആരെങ്കിലും ഒരാൾ മൈക്കിൽ കൂടെ വായിക്കണം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. 5-ാം വാക്യമാണ്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അഴിയാതിൽ ഓളങ്ങളാ വലഞ്ഞിടുമ്പോ എൻ പടകിൽ ആഴിയാതിൽ ഓളങ്ങളാ വലഞ്ഞിടുമ്പോ എൻ പടകിൽ എന്റെ പ്രിയൻ യേശുണ്ട് ചേർന്നിടുവേ അവനവനിൽ. എന്റെ പ്രിയൻ യേശുണ്ട് ചേർന്നിടുവേ അവനവനിൽ. തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതമ്പോ നടത്തണമേ ഉശാവൻ കയ്യിൽ പണിയണമേ. കുശാവൻ കയ്യിൽ കല്ലി മണ്ണു ഞാൻ തിന്നം നീ പണിയണമേ. വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായിരിക്കാൻ സ്തുതിക്കുന്നു. CSI പോവത്തൂർ സഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ 2-ാമത്തെ കൺവെൻഷനിൽ കർത്താവേ, 2-ാമത്തെ രാത്രിയിൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പാ കടന്നു വരുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ നാവുകളെ ബലപ്പെടുത്തിയല്ലോ, ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തിയല്ലോ, ഞങ്ങളുടെ കാലുകളെ ബലപ്പെടുത്തിയല്ലോ, ഞങ്ങളുടെ കാലിലെ വീഴ്ചയിൽ നിന്നും കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും പരിപാലിച്ചല്ലോ. ഞങ്ങളുടെ വചനം കേൾപ്പാൻ ഒരു ആവശ്യമോടെ കടന്നു വന്ന് സമാധാനമായി കർത്താവെ ശാന്തമായി ഇരിപ്പാൻ ഞങ്ങളുടെ ഭാഗ്യത്തിനായി സ്തോത്രം. ഈ കൺവെൻഷന്റെ ക്രിമിനൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ ഇന്നലെ കേട്ടതുപോലെ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? ഒരു ജീവനെങ്കിലും നേടുന്ന രാത്രിയായിത്തീരെങ്കിൽ ഈ കൺവെൻഷൻ ധന്യമായി തീരുമല്ലോ. ദൈവം പ്രവർത്തിക്കണം. വചനം അങ്ങേണ്ടതാണ്, അടിയൻ അങ്ങേണ്ടതാണ്, അടിയങ്ങൾ അങ്ങേണ്ടതാണ്. അടിയങ്ങളോട് സംസാരിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കലൊരു സൺഡേ സ്കൂളിൽ കർത്താവിൻ്റെ 2-ാമത്തെ വരവിനെ പറ്റി അധ്യാപിക വളരെ കൂലങ്കക്ഷമായി പഠിപ്പിച്ചതിന് ശേഷം സാധാരണ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ അധ്യാപിക പറഞ്ഞു, 10 കുഞ്ഞുങ്ങളെ ഉള്ളായിരുന്നു. 10 കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ഈ സൺഡേ സ്കൂൾ കഴിഞ്ഞ് കർത്താവ് വരികയാണെങ്കിൽ പോകാൻ തയ്യാറാണോ?
കർത്താവ് ഈ സൺഡേ സ്കൂൾ കഴിഞ്ഞ് വരികയാണെങ്കിൽ നിങ്ങളെല്ലാവരും പോകാൻ തയ്യാറാണോ? 9 തവണ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ടീച്ചറെ റെഡിയാണ്, എന്ന് വന്നാൽ ഞങ്ങൾ പോകാൻ റെഡിയാണ്. ഒമ്പതാണ് ഓരോരുത്തി എഴുന്നേറ്റില്ല. അവിടെ ഇരുന്ന് കസേര ടീച്ചർ ചോദിച്ചു, നിനക്ക് പോകണ്ടേ? കർത്താവ് എന്ന് വന്നാൽ പോകണ്ടേ? നമ്മൾ എഴുന്നേറ്റ് ടീച്ചറോട് മറുപടി പറഞ്ഞു, എന്നെ വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു വിട്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, സൺഡേ സ്കൂൾ കഴിഞ്ഞാൽ വേറെ എങ്ങും പോകരുത്, തിരിച്ചവിടെ വന്നേക്കണം, വീട്ടിൽ വന്നേക്കണം. അതുകൊണ്ട് യേശുവല്ല ആര് വന്നാലും എന്തില്ല, കൂടെ പോകുന്ന പരിപാടിയേ ഇല്ല എന്ന് പറഞ്ഞു. ഈ വചനം കേൾക്കുന്നതൊക്കെ അമ്മ എന്തിനു വേണ്ടിയാണ്? കർത്താവായ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനായിട്ടാണ്. സാധാരണ 2 ചോദ്യങ്ങൾ മനുഷ്യരോട് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ചിലർ പറയാറുണ്ട്, തിന്നുക, കുട്ടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. നമ്മുടെ പിള്ളേരൊക്കെ പോകുന്ന ബുക്ക് കണ്ടാൽ എനിക്ക് തോന്നുന്നു ആ സ്ലോഗനൊക്കെ കേട്ടിട്ടായിരിക്കും പോകുന്നത്. എന്തെങ്കിലും വളമൊക്കെ വളച്ച് തിരിച്ചു വെച്ചിട്ടാണ് പോകുന്നത്. പൾസറിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുറേ ബൈക്കുകളൊക്കെ ഉണ്ട്. കണ്ട പേടിച്ചു, തലയിലാന്ന് ഹെൽമെറ്റും ഇല്ല, കാലയിലാന്ന് ഷൂസും ഇല്ല, പോകുന്ന പോക്കാണ്. മരുന്ന് മേടിക്കാൻ വല്ല പോകായിരിക്കും, എന്തോന്ന് അറിയത്തില്ല. ഏതായാലും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്ന് പറയുന്ന ഫിലോസഫിയൊക്കെ പഠിച്ചുകൊണ്ടായിരിക്കും അവർ നടക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ അത് എഴുതിയിട്ടുണ്ട്. അത് വേദപുസ്തകത്തിൻ്റെ ഫിലോസഫി അല്ല, ലോകത്തിൻ്റെ ഫിലോസഫി അല്ല, ലോകത്തിനകത്ത് ഞാനാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? ഈ 2 ചോദ്യത്തിൻ്റെയും ഉത്തരം സഭാപ്രസംഗി 12 പറഞ്ഞിട്ടുണ്ട്. യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് എന്ത് ചെയ്യണം? സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം. ദുർദിവസങ്ങൾ വരും, അതിന് മുമ്പ് നിന്റെ സൃഷ്ടാവിനെ ഓർത്ത് ഒരുങ്ങിക്കൊള്ളണം. വയനാട്ടിൽ നമുക്കറിയാം, അവിടെ ഉണ്ടായ അപകടത്തിൽ 300, 400 ഇതുവരെ പൂർണ്ണമായ സംഖ്യ എത്തിയിട്ടില്ല, 400 കവിഞ്ഞിരിക്കുകയാണ്. നോട്ടി നേരത്തിൽ വാട്ടർ ബോംബ് പോലെ കടന്നു വന്ന ഈ ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടലുകൾ മനുഷ്യജീവൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നേരത്തെ ഗ്രഹിക്കുന്നത് നല്ലതാണ്. മീനിങ് ഓഫ് ലൈഫ്. അതുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എന്താ ജീവിതത്തിന് അർത്ഥമില്ലാത്തവരൊക്കെയാണ് ആത്മഹത്യയിൽ പ്രവേശിക്കുന്നത്. അതൊക്കെ പിന്നീട് പറയാം. ഏതായാലും ഇന്ന് സഭകളോട് പറയുന്ന, ഞാൻ പറഞ്ഞു, ജയിക്കണമെന്നാണ് നമ്മുടെ ചിന്താവിഷയം. ബി വിക്ടോറിയസ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇന്നലെ ജയിക്കണമെന്ന് പറഞ്ഞ ആളിനെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. 2 പേര് പറഞ്ഞു ജയിക്കണം എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞേ? 2 പേര് പറഞ്ഞു നമ്മൾ ജയിക്കണം എന്ന്. ആരാ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഇന്നലെ 2 പേരാണ് നമ്മളോട് ജയിക്കണം. 7 സഭകളോട് 2 പേരാ പറഞ്ഞു ജയിക്കണം പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? താഴെ ഇല്ലെല്ലാം മറന്നുപോയത്. ആ പേരങ്ങ് പറ. മരണത്തിനിട നിൽക്കുന്ന ആര്? യേശു ക്രിസ്തു, സഭയുടെ തലയായ ക്രിസ്തു പറഞ്ഞു നിങ്ങൾ ജയിക്കണം. പിന്നെ സഭയെ നയിക്കുന്ന, അല്ലെ സഭയ്ക്ക് ശക്തി നൽകുന്നതും ആരാണ്? പരിശുദ്ധാത്മാവ്. ഇവർ 2 പേരാണ് 7 സഭകളോടും പറഞ്ഞത്. തുടക്കത്തിൽ യേശു പറയുന്നു, അവസാനത്തിൽ പറയുന്നു ആത്മാവ് സഭകളോട് പറയുന്നവൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതുകൊണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞത് ഈ 7 സഭകളോടും ജയിക്കണമെന്ന് പറഞ്ഞവരുടെ വിവരണങ്ങളാണ്. ആദ്യനും അന്ത്യനും ഇരുന്നവനും ഇരിക്കുന്നവനും പറഞ്ഞ് നമ്മൾ ഇതിച്ച് ഓർമ്മയുണ്ടല്ലോ. സർവത്തിൻ്റെയും ഉടയവൻ ആത്മാവ് 7 സഭകളോട് ഒരുമിച്ച് പറഞ്ഞു നിങ്ങൾ ജയിക്കണം. ഇത് രണ്ടുമില്ലാത്ത സഭയല്ല. യേശു തലയാണ് സഭയുടെ തല. അതുപോലെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ശക്തി നൽകുന്നവനാണ്. ഇത് രണ്ടുമില്ലാത്ത സഭ മരിച്ച സഭയാണ്. അവരുടെ സംസ്കാരമൊക്കെ നടത്താവുന്നതാണ്. ഏതായാലും ഈ പുത്രനായ സഭയുടെ തലയായ യേശു ക്രിസ്തുവും അതുപോലെ സഭയ്ക്ക് ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവും ആദ്യമായിട്ട് എഫെസോസിലെ സഭയോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ പേരിൽ ഒരു കുറ്റം പറയാം, ആ കുറ്റത്തിൽ നീ ജയിക്കണം. എന്തായിരുന്നു കുറ്റം? വായിച്ചതാണ് 2:4. എന്താ എഴുതിയിരിക്കുന്നത്? വ്യവസ്ഥയുള്ളവരൊക്കെ തുറന്ന് വായിച്ചു, വെട്ടമൊക്കെ ഉണ്ടല്ലോ. 2:4 എന്താ പറഞ്ഞേ? എങ്കിലും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ് എന്ന ഒരു കുറ്റം മതി. അപ്പൊ നീ ഏതാ ജയിക്കേണ്ടത്? എന്തിനാ ജയിക്കേണ്ടത്? ആദ്യത്തെ സഭയോട് പറഞ്ഞു നീ ജയിക്കണം. ആരെ ജയിക്കണം? എന്ത് ജയിക്കണം? ആദിമ സഭയോട് പറഞ്ഞു നീ സ്നേഹമില്ലായ്മയെ ജയിക്കണം. നിനക്കിപ്പോ സ്നേഹം കുറവാ. സ്നേഹമില്ലായ്മയെ ജയിക്കണം. ബി വിക്ടോറിയസ് ഇൻ ലവ്. സ്നേഹിക്കുന്നതിൽ സ്നേഹത്തെ 3 ഞാൻ പറയാം. 1 ദൈവത്തോടുള്ള സ്നേഹം, 2
കർത്താവിൻ്റെ സഭയോടുള്ള സ്നേഹം. 3, തമ്മിലുള്ള സ്നേഹം. ഇത് 3 കുറഞ്ഞു. ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറവ് ഇതിനെ പറ്റി പറയാനും. ഈ സഭയെ പറ്റി വേദപുസ്തകത്തിൽ എവിടെ എഴുതിയിരിക്കും? നമുക്കൊന്ന് വായിക്കാം. ഈ ആദിമ സഭയുടെ ചില ഗുണങ്ങൾ എന്തായിരുന്നു, ഇവരെങ്ങനായിരുന്നു നേരത്തെ, അത് വായിക്കുമ്പോഴാണ് ഈ സ്നേഹത്തെ പറ്റിയുള്ള ഒരു വിവരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42 മുതൽ ഒന്ന് വായിച്ചാട്ടെ ആരെങ്കിലും വേദപുസ്തകം എടുത്ത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന് 42. നിർത്തി വായിക്കണം. 1, ആദിമ സഭ അവരുടെ ആരുടെ ഉപദേശം കേട്ടു? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അവർ ഉപദേശം കേൾക്കുന്നവരായിരുന്നു. 2, കൂട്ടായ്മ ആചരിച്ചു. എന്താ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ മതിയോ? എന്താ കൂട്ടായ്മ? ഫെലോഷിപ്പ്. അതുകൊണ്ടാണ് അച്ഛനോട് പറഞ്ഞ് ഈ 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിപ്പിച്ച കാര്യം ആ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ. പാട്ടും പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവരോടും കൂടി എന്ത് ചെയ്യണം? BBSനൊക്കെ അതിന് പറയുന്ന വേറെ പേരുണ്ടെന്നറിയാം. പിള്ളേർ പറയുന്നത് സ്നേഹവൈരുന്നും കേട്ടു. അതാ കൂട്ടായ്മ. ഒന്നിച്ചിരുന്ന് കഴിക്കുക, ഒന്ന് ചിരിക്കുക. ചിലരുടെയൊക്കെ മോൻ കണ്ടല്ലോ സമോസ പോവാം, ഇങ്ങനെ ആയിരിക്കും. പള്ളി വന്നാലും ഇങ്ങനെ ആയിരിക്കും. ആ സമോസയുടെ ഷേപ്പ് പോലെ. കൂട്ടായ്മ. ആദിമസഭയ്ക്ക് അവർ ഉപദേശം കേൾക്കുന്നവരായിരുന്നു, അവർ കൂട്ടായ്മ ഉള്ളവരായിരുന്നു. അടുത്തത് അപ്പം നുറുക്കി, അത് കർത്താവിന്റെ തിരുമേശയായിരിക്കും. അടുത്തത് ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. ഏതാ ഇവിടെ സുശേഷം പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ ഒരുപാട് പേര് വന്നത് എവിടാ പ്രാർത്ഥനയ്ക്ക്? അത് കേട്ടില്ലേ? രാവിലെ വല്ല കുടുംബ പ്രാർത്ഥന വല്ലതും ഉണ്ടോ? എൻ്റെ പിതാവ് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. രാവിലെ ഒരു 4:30-5 ആകുമ്പോൾ എൻ്റെ പിതാവ് പ്രാർത്ഥിക്കാൻ. പിതാവ് മരിച്ചുപോയി, 83-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ഞങ്ങളെ കൊച്ചിക്കാലം തൊട്ട് വൈകിട്ട് പ്രാർത്ഥനയുണ്ട്. അച്ഛൻ 5 പാട്ട്, എൻ്റെ പിതാവ് 5 പാട്ട് വൈകിട്ട് പാടും, എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. രാവിലെ 4:30 മണിക്ക് എഴുന്നേൽക്കും. ഞങ്ങളൊക്കെ 4:30 മണിക്കൊന്നും നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ 4-ാം സ്വർഗത്തിൽ ഈ 4:30 മണിക്കാണ് അപ്പൻ്റെ പാട്ട്. അപ്പൻ ഒരു പാട്ട് പാടും, ഞങ്ങളാരും അനങ്ങത്തില്ല. അപ്പൻ 2-ാമത്തെ പാട്ട് പാടും, ഞങ്ങൾ അനങ്ങത്തില്ല. 3-ാമത്തെ പാട്ട് അപ്പൻ അങ്ങോട്ട് എഴുന്നേറ്റ് ഉറക്കെ അങ്ങോട്ട് പാടും. മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തു നീ കിടന്നു, മൃഗത്തെ കാണും നിർവിചാരിയ എന്റെ മകനെ. അപ്പൊ ഞങ്ങൾ ചാടി എഴുന്നേക്കും. അപ്പന്റെ 3-ാമത്തെ പാട്ട് ഇതാ, എടാ മൃഗത്തെ കാണും നിർവിചാരിയായി ഉറങ്ങാതെ നീ എഴുന്നേൽക്കണം. പിന്നെ ഞങ്ങൾ 4-5 പാട്ട് അപ്പൻ്റെ കൂടെ പാടും. ഇന്ന് എത്ര വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്? ഇതെല്ലാം ഉണ്ടോ? വൈകിട്ട് എല്ലാവരും ഒരുമിച്ച്. ഇപ്പൊ ഒരുമിച്ച് ആരും ഇല്ലല്ലോ. ഒരു വലിയ TV ഒരെണ്ണം കൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരുത്തൻ അങ്ങോട്ട് നോക്കിയിരിക്കും. പിന്നെ എല്ലാവരുടെ കയ്യിൽ ഓരോ മൊബൈലുണ്ട്. അവനിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. മാന്തിക്കുന്നതിനിടയിൽ വായിക്കൂടാണോ മൂക്കിക്കൂടാണോ ഭക്ഷണം പോകുന്നതെന്ന് നോക്കിയാൽ അറിയാം. എന്തോന്നടാ ഇത് മൂക്കിയിരിക്കില്ലേ? ഇത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ചൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. മേശ, തീൻമേശ എന്നാണ് പറയുന്നത്. അപ്പനും അമ്മയും എല്ലാം അപ്പുറത്തിപ്പുറത്തൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ആഹാരം കഴിക്കും. ഇപ്പം മേശയില്ല, കസേരയില്ല. ഒരുത്തൻ ആ മൂലയ്ക്ക്, ഒരുത്തൻ ഈ മൂലയ്ക്ക്, ഒരുത്തൻ ആ ടിവിയുടെ മുമ്പിൽ, മറ്റൊരു മൊബൈലിൽ. അവന് ഒരു കൈ കൊണ്ടാണ് ഈ കഴിപ്പല്ല, ഒരു കൈയിൽ കൊണ്ടാണ് മാന്തൽ ഞാൻ പറഞ്ഞ പോലെ മാന്തൽ. എവിടെ കൂട്ടായ്മ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് അവരെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അടുത്തത് വായിച്ചു. ആത്മസഭയുടെ ഗുണം പറയാ. എല്ലാവർക്കും ഭയമുള്ളവരായിരുന്നു. ആരെ ഭയം? ഇപ്പൊ നമുക്ക് ആരെ ഭയം? പണ്ടൊക്കെ അച്ഛന്മാരെ ഭയം ഉണ്ടായിരുന്നു. ഇപ്പൊ അച്ഛന്മാർക്ക് ജനങ്ങളെയാ ഭയം. എപ്പോഴാ പുള്ളി ജയിലോട്ട് കയറി വരുന്നത് കൊണ്ടിരിക്കുക, കുപ്പായത്തിലൊക്കെ കയറിയാൽ പിടിക്കുക അല്ലേ? അല്ലേ? അവിടെ അപ്പോസ്തലന്മാർ, ദൈവത്തോടൊരു ഭയം, അപ്പോസ്തലന്മാരോട് സഭയം. കാരണം അവിടെ പ്രാർത്ഥന കഴിച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുക. അടുത്ത വായി. ആ അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങൾ
മതി അത്ഭുതങ്ങളും അടയാളം. എന്താ അത്ഭുതം എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എ മിറക്കിൾ? അവിടെ ആദിമസഭയിലെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ അത്ഭുതങ്ങളാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ പറഞ്ഞ പോലെ വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് അപ്പോസ്തലന്മാർ പറയുമ്പോ കുരുടനും മുടന്തനും അന്ധനും വേദനയുള്ളവനും ദുഃഖമുള്ളവനും പനിയുള്ളവനും ക്യാൻസർ ഉള്ളവനൊക്കെ എഴുന്നേറ്റ് നടക്കുകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ആദിമസഭ പ്രാർത്ഥിച്ചപ്പോ അവിടെ അത്ഭുതങ്ങൾ നടന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അത്ഭുതങ്ങൾ വല്ലതും ഉണ്ടോ? ഇന്ന് അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടോ? യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് ധൈര്യമായിട്ട് പറയാനായിട്ട് കഴിവുള്ള എത്ര അപ്പച്ചന്മാരും അമ്മച്ചിമാരും സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ ഇടയിലുണ്ട്. എന്താ അത്ഭുതം? വാട്ട് ഈസ് എ മിറക്കിൾ? മിറക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ പ്രതിഭാസങ്ങൾക്ക് അപ്പുറമായി, മനുഷ്യ നിയമങ്ങൾക്ക് അപ്പുറമായിട്ട് അസാധാരണമായ ഒരു നിയമം പ്രവർത്തിക്കുന്നതാണ് അത്ഭുതം എന്ന് പറയുന്നത്. അതിന് ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് ഐസക് ന്യൂട്ടൺ പോയി ഒരു ആപ്പിൾ മരത്തിന്റെ കീഴിലിരുന്നു. ഐസക് ന്യൂട്ടന്റെ തലയിൽ എന്തോ വീണു പോലെ? നിങ്ങൾ എല്ലാവരും ഇന്ന് വന്നിട്ടുണ്ട്, വളരെ സന്തോഷം. പല കൺവെൻഷനിൽ ഈ പിള്ളേരെ കാണാത്ത ഒന്ന് പടത്തോണ്ടല്ലോ അവരെല്ലാം വന്നിട്ടുണ്ട്. താങ്ക് യു, ബിഗ് താങ്ക്സ്. നാളെയും വരണം കേട്ടോ. കണ്ടോ ആപ്പിൾ വീണുന്ന ആളുടെ തലയിൽ? അതെ, ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു. ഉടനെ ഐസക് ന്യൂട്ടൻ എന്താ കണ്ടുപിടിച്ചേ? ഗ്രാവിറ്റി, വിടുക്കൻ, ഗുരുത്വാകർഷണം. അല്ലെങ്കിൽ ഭൂമിയിലേക്ക് എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുന്നു എന്നുള്ള ഗുരുത്വാകർഷണ സിദ്ധാന്തം ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചു. അതാണ് ഗ്രാവിറ്റേഷണൽ തിയറി. എന്നാൽ അതിലെ അത്ഭുതം എന്തായിരിക്കും? അതിലൊരു അത്ഭുതം നടക്കണമെങ്കിൽ അതെന്തായിരിക്കും? ഈ താഴോട്ട് വരുന്ന ആപ്പിൾ എങ്ങോട്ട് പോകണം? എങ്ങോട്ട് പോകണം? അതാ അത്ഭുതം. ഇത് കേട്ട അമ്മച്ചി പണ്ട് പറഞ്ഞു, ഏതായാലും ഐസക് ന്യൂട്ടൻ ഈ പ്ലാവിന്റെ കീഴിൽ ഇരിക്കാൻ ഭാഗ്യമായി പോയല്ലോ. എന്ത് പറ്റിയതായിരുന്നു? ചക്ക വല്ല വീണിരുന്നെങ്കിൽ എന്ത് പറ്റിയത്? ചത്തുപോയി. അത്ഭുതം എന്ന് പറയുന്നത് താഴേക്ക് വരുന്നത് മുകളിലോട്ട് പോകണം. അതാ അത്ഭുതം. അത് പ്രാർത്ഥനയാലേ സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. അത്ഭുതമാകുന്ന യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവന് അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. വിശ്വസിക്കുന്നവര് കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പറഞ്ഞത്, വെള്ളിയും പൊന്നും ഒന്നല്ല, ക്രിസ്തേശുവിൻ നാമത്തിനാ. വെള്ളിയും പൊന്നും ഒന്നല്ല, ക്രിസ്തേശുവിൻ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുവേ തൻ ഭുജബലത്താ. അത്ഭുതങ്ങൾ നടന്നിടുവേ തൻ ഭുജബലത്താ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിലെങ്ങും ഉയർത്തിടാ. എല്ലാരുമേ ഗമായി കൂടി സന്തോഷമാരാധിക്കാം. എല്ലാരുമേ ഗമായി കൂടി സന്തോഷമാരാധിക്കാം. നല്ലവനാം കർത്തനവൻ നല്ലവനാൻ വെളിപ്പെടുമേ. നല്ലവനാം ആമേൻ വല്ലഭനായി. അതാ അത്ഭുതം. അതുകൊണ്ടാണ് പറഞ്ഞത് രാവിലെയെങ്കിലും വന്നൊന്ന് പ്രാർത്ഥിക്കണം. എല്ലാ അത്ഭുതങ്ങളൊക്കെ നടക്കും. ഇപ്പോഴത്തെ അത്ഭുതം എന്ന് പറയുന്നത് ഈ അത്ഭുതത്തിന് വേണ്ടി ഒരുത്തരും കടന്നു വരുന്നില്ല. അതും ഒരു അത്ഭുതമാണ്. അടുത്ത വായിച്ചേ. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നെന്ന ഇന്നില്ലാത്തൊരു കാര്യം. വിശ്വസിച്ചവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നു. ഇന്ന് പറ്റുമെങ്കിൽ എന്ത് ചെയ്യും? ഒരുമിച്ചിരിക്കാതിരിക്കാൻ നോക്കും. അവന്റെ ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ്, ഡി ഗ്രൂപ്പ്, 24 അക്ഷരം കണ്ട ഉണ്ടെന്നാ പറയുന്നത്. നിങ്ങൾക്ക് പോയി നോക്കിയോ? അക്ഷരമൊക്കെ നോക്കിയോ? ഏതെങ്കിലും പോട്ടെ, പറയാൻ സമയമില്ല. ഗ്രൂപ്പുകളാണ് പള്ളികളിൽ. താഴ്ത്ത് വായിച്ചു. എന്തോ പൊതുവക ഉണ്ട് എന്നോ അങ്ങനെ വെളി വായിച്ചു. സകലവും പൊതുവക എന്ന് പറഞ്ഞാൽ തോമാച്ചന്റെ വീട്ടിലെ പോത്ത് ആരുടെയാ? ഇവിടെ പോത്ത് വല്ലതും ഉണ്ടോ? മേരിയുടെ വീട്ടിലെ പശു പൊതുവക.
ചിന്നമ്മയുടെ വീട്ടിലെ കോഴി പൊതുവക. പിന്നെ TV, അന്ന് TV ഇല്ലാന്നല്ലേ, ഇന്നത്തെ കാര്യം പറഞ്ഞ പൊതുവക എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയും, മേരി നിന്റെ പശുവിനെ ഈ കൊണ്ടുവരാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അന്ന് പള്ളി കൊണ്ടുവരുമായിരുന്നു. എന്ന് പറഞ്ഞാലോ അച്ഛനെ കൊണ്ട് വേണം വീട്ടിൽ പോകും. മേലാൻ ഇനി ഈ പശുവിന്റെ കാര്യം ഇവിടെ പറഞ്ഞേക്കാം. അവിടെ സകലം പൊതുവകയായിരുന്നെന്ന്. അവിടെ മുട്ടുള്ള അങ്ങനെ ഉണ്ടില്ലേ, മുട്ട താഴോട്ട് വായിച്ചു സകലം പൊതുവക. ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യപ്രകാരം കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞു. മണപ്പുറം ബാങ്ക്, പിന്നെ എന്തൊക്കെയാ പൊട്ടി, ഇടയ്ക്ക് 3-4 കൂടോളം പൊട്ടിയിട്ട് അതൊക്കെയാണ് നെഞ്ചേരിയില്ല. പിന്നെ പോപ്പുലർ ആരും മേളിൽ വിട്ടു, വായിച്ചു വിട്ടു. ഞാൻ പറഞ്ഞ സകലവും പൊതുവകയെന്ന് എണ്ണി എന്ത് ചെയ്തു? എല്ലാവർക്കും പങ്കിട്ടെന്ന, എല്ലാവരും പങ്കിടിയിരുന്നവരായിരുന്നു. അടുത്തത് പിന്നെ വേറെ രണ്ട്. ഒരുമ്പരപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കി അന്നുള്ള കാര്യമാണ് ഹൃദയ പരമാർത്ഥത. എല്ലാവർക്കും പരമാർത്ഥമുള്ള ഹൃദയമുള്ള. പിന്നെ ഭക്ഷണം കഴിച്ചും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ. ഇതാണ് പഴയ സഭയുടെ ഗുണം. അവരുള്ളതെല്ലാം കൊണ്ടുവരുന്നു, പള്ളി കൊണ്ടുവരുന്നു. അവിടെ മുട്ടുള്ള ഒരുത്തനും ഇല്ലായിരുന്നവൻ. മുട്ടുള്ളവൻ അല്ലെങ്കിൽ ആവശ്യഭാരത്തിൽ ഇരിക്കുന്ന ഒരുത്തനും ഇല്ല. ഇന്ന് പള്ളിയിൽ നിന്ന് എങ്ങനെ അടിച്ചു മാറ്റാം എന്നാണ് ട്രഷറർ നോക്കുന്നത്. മറ്റേ എല്ലാം കൊണ്ടുവരികയായിരുന്നു. അപ്പോസ്തലന്മാർ അതെല്ലാം വീതം വെച്ച് കൊടുക്കുകയായിരുന്നു. എങ്ങനെ കർത്താവിന് കൊടുക്കുന്നത്? കർത്താവിന് കൊടുക്കുന്നത് എന്താണ്? ഞായറാഴ്ച സ്വത്രാഴ്ച സജി നോക്കിയാൽ അറിയാം കർത്താവിന് കൊടുക്കുന്നത് എന്താണ്. എന്താ കൊടുക്കുന്നത്? ആദ്യമേ അങ്ങ് പാടും, എന്താ? സർവവും യേശുനാഥനായി. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന പറഞ്ഞത്. കള്ളം പറയാൻ നമ്മൾ എടുക്കരാ. സർവവും യേശുനാഥനായി സമർപ്പണം. എന്നിട്ട് പേഴ്സ് അങ്ങോട്ട് എടുത്തിട്ടാണ് അത് ഏറ്റവും ചെറിയ നോട്ട്. ഏതായാലും ഇപ്പൊ 5 ഇല്ല. അതുകൊണ്ട് ആർക്കാ ഇത്? കർത്താവിന്. നമ്മുടെ എല്ലാം പിള്ളേരുടെ ചിന്ത കർത്താവിന് ഈ 10 രൂപ ഇഷ്ടം. കാരണം അങ്ങനെ പഠിപ്പിച്ചിരിക്കുക. കർത്താവിന് ഇഷ്ടമുള്ള നോട്ട്. പണ്ട് ഈ 10 രൂപയും 500 രൂപയും തമ്മിൽ ഒരു ഭയങ്കര സംവാദം നടന്നു. 10 രൂപയും 500 ഈ മുതലാളിയുടെ പോക്കറ്റ് ഇരുന്ന് രണ്ടുപേരുടെ കാര്യം പറയാം. 500 രൂപ പറഞ്ഞു, നിനക്ക് എന്താ ഗുണം? 10 രൂപ പറഞ്ഞു, എനിക്കൊരു ഗുണവും ഇല്ല. നിനക്കെന്തോ ഗുണം പറയാം? ഞാൻ എൻ്റെ യജമാൻ്റെ കൂടെ മോളിൽ പോവും, കുലു മോളിൽ പോവും, വലിയ വലിയ കോംപ്ലക്സുകളിൽ പോവും. 10 രൂപ നിന്നെ കൊണ്ട് എന്നാ വില? ഒരു ചായ മേടിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? രണ്ടും കൂടെ കിടന്ന് പോക്കറ്റിൽ കിടന്ന് അടിയുണ്ടാക്കുക. യജമാനന്റെ പോക്കറ്റിൽ കിടന്ന് 5 രൂപയും 10 രൂപയും കൂടെ. ഈ 500 രൂപയുടെ ഈ വലിയ സംവാദമൊക്കെ കഴിഞ്ഞിട്ട് 10 രൂപ പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നീ വലിയ മോളിലും കോംപ്ലക്സിലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന ആളാണ്. അവരുടെ ടെക്സ്റ്റൈൽസിലെ സ്വർണ്ണക്കടയിലൊക്കെ പോകുന്ന 500. പക്ഷെ 10 രൂപ എന്ന ഞാൻ നിനക്കറിയാമോ? എല്ലാ ഞായറാഴ്ച രാവിലെ ഭക്തിയോടെ ഞാൻ എവിടെ പോകുന്നറിയാം? പള്ളിയിൽ പോകും. എവിടെ? ഞാൻ ഇതിനകത്താണ് എന്റെ കിടപ്പ്. എടാ, അതിൽ കൂടുതൽ ഭാഗ്യമാണ്. നീ പള്ളി പോകുന്നുണ്ടോ? ഞാൻ എല്ലാ ആഴ്ചയും എവിടെ പോകുന്നുണ്ട്? പള്ളിയിൽ. ഈ കർത്താവിനെ കളിപ്പിക്കുന്ന ക്രിസ്ത്യാനികൾ, ഞാൻ ചോദിക്കട്ടെ, 80,000, 900,000, 100,000, 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആള് ഞായറാഴ്ച രാവിലെ പള്ളി കൊണ്ടിടുന്ന എത്ര? 10 രൂപ. പ്രസാദം. ആദിമസഭ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട് അവർക്ക് പണത്തിനോട് സ്നേഹമില്ലായിരുന്നു. അതെല്ലാം കൂടെ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച് കൊടുത്ത് അവിടെ എല്ലാവർക്കും അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ആദിമസഭയിൽ ബാങ്കിങ് ഡെപ്പോസിറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ വന്നൊരു സഭയാണ്. അങ്ങനെ അടുത്തൊരു താരത്തിന് വായിച്ചു, 47-ാമത്തെ വായിച്ചു, അപ്പോസ്തലർ 2:40. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. ആരാ സഭയോട് ചേർക്കുന്നേ? നമ്മുടെയൊക്കെ ചിന്ത ഇവിടുത്തെ രജിസ്റ്റർ എഴുതിയ സ്വർഗത്തിൽ പോകാന്ന ഇല്ല. ഇവിടെ എഴുതിക്കുന്നത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി. ഏത് സഭയോടാ? സഭയോടാണ്? ഇവാഞ്ചലിക്ക സഭയോടാണോ? മർത്തോമ സഭയോടാണോ? കത്തോലിക്ക സഭയോടാണോ? പെന്തക്കോസ്ത് സഭയോടാണോ? അസംബ്ലീസ് ഓഫ് ഗോഡാണോ? അവിടെ എഴുതിക്കുന്ന ഒന്ന് വായിച്ച്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി. അത് കർത്താവിന്റെ സഭയാ. അത് കർത്താവിന്റെ സഭ.
കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോ ഈ രക്ഷിക്കപ്പെട്ടവര് ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറ. അതുകൊണ്ട് ഏത് സഭാംഗങ്ങളാണെന്നാലും രക്ഷിക്കപ്പെട്ടവനെ എങ്ങോട്ട് പോകത്തുള്ളൂ? സ്വർഗത്തിൽ. ഇന്നലെ ചോദിച്ചു യേശുക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അതിനെക്കാട്ടി രസം, ഞാൻ ഇവിടെ പ്രസംഗിച്ചിറങ്ങിയപ്പം ഇവിടെ ഒരു സഹോദരി, ഞാൻ പേരൊന്നും പറയുന്നില്ല, എന്നോടൊന്ന് പറഞ്ഞു 7 അത്ഭുതം പറഞ്ഞല്ലോ, 5 ഞങ്ങൾ കേട്ടോളാം. നോക്കിക്കോണം, പ്രസംഗം എത്ര കാര്യമായിട്ടാണ് കേൾക്കുന്നത്. 7 വേദപുസ്തകത്തിൽ 7 അത്ഭുതങ്ങൾ, വ്യവസ്ഥയെപ്പറ്റി 7 അത്ഭുതം പറഞ്ഞല്ലോ, 5. ആ സഹോദരിക്ക് നന്ദി പറയുന്നു, കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വ്യവസ്ഥയുടെ രൂപീകരണം, ഏകീകരണം, അതിന്റെ വിൽപ്പന, അതിന്റെ വായന, അതിന്റെ താല്പര്യം, അതിന്റെ ഭാഷ, അതിന്റെ സൂക്ഷിപ്പ് അത്ഭുതമാണെന്ന് പറഞ്ഞു. തിരക്കിനിടയിലാന്ന് തോന്നി 2 വിട്ടുപോയെന്ന് തോന്നിയത്. അതിൽ ആ സഹോദരി അതെല്ലാം എഴുതിയെടുത്ത് എനിക്ക് തോന്നുന്നു. ആദിമസഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായിരുന്നു. എന്താ രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം? രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം, രക്ഷിക്കപ്പെട്ടവരാണല്ലോ നമ്മളെല്ലാവരും. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടു. രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം ഒരു ശാന്തതയുണ്ടായി. പറഞ്ഞോ, വേറെയോട് ചോദിക്കാം. എന്തെങ്കിലും വ്യവസ്ഥയെ പറ്റി അറിയാവുന്ന ഇവർക്കേ ഉള്ളൂ, കാരണം സർവത്ര വാർത്ത ഇവർ കാണാൻ പഠിച്ചിരിക്കുക. എന്താ രക്ഷ എന്ന വാക്കിന്റെ? വെരി ഗുഡ്. ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. എന്താ ശിക്ഷ? എന്താ ശിക്ഷ? ഒന്ന് ഓർക്കെ പറ. നിങ്ങൾ പറഞ്ഞത് ശരിയാ, നിങ്ങൾ ആണോ? എന്താ നമുക്ക് കിട്ടിയ ശിക്ഷ? ഓർക്കെ പറ. ചിലത് പാപം എന്ന് പറഞ്ഞല്ല, ശിക്ഷയല്ല പാപം. ഉറക്കെ പറഞ്ഞോ, ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. എന്താ ശിക്ഷ നമുക്ക് കിട്ടി? പാപത്തിന്റെ രക്ഷ എന്ന് പറയുന്നത് ശിക്ഷ എന്നുള്ള വിടുതല. എന്താ ശിക്ഷ? ഒന്ന് പറഞ്ഞോ, എന്താ ശിക്ഷ? ഒറ്റ വാക്കേ ഉള്ളതിന് മറുപടി. പാവമല്ല, രക്ഷ ശിക്ഷ എന്നുള്ള വിടുതല. ശിക്ഷ എന്തായിരുന്നു നമുക്ക് കിട്ടിയ ശിക്ഷ? അതെ, മരണം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അതാ ശിക്ഷ. ആ ശിക്ഷ കിട്ടിയത് പാപം ചെയ്തുകൊണ്ടാണ്. പാപം എന്ന വാക്കിന്റെ 4 നിർവചനങ്ങൾ: അകൃത്യം, അനുസരണക്കേട്, അധർമ്മം, ലംഘനം. 32-ാം സങ്കീർത്തനം 1-ാം വാക്യം, ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആദിമസഭ ഇതൊക്കെ അനുഭവിച്ചവരാ. അവരോടാണ് ഈ ആത്മാവും യേശുവും പറയുന്നത്, നിങ്ങളുടെ ഈ ആദ്യത്തെ പരിപാടിയൊക്കെ പോയി, കൂട്ടായ്മയില്ല, പ്രാർത്ഥനയില്ല, അത്ഭുതങ്ങൾ നടക്കുന്നില്ല, പൊതുവകയായിട്ടൊന്നും കൊടുക്കുന്നില്ല, 10 രൂപ ഉള്ളു കൊടുക്കാനായിട്ട്, വേറെ എല്ലാം ബാങ്കില. യേശു പറഞ്ഞു, ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹം കുറഞ്ഞു. പണ്ട് നിങ്ങളുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. പണ്ട് പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. പണ്ട് 2 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, അതിപ്പോ ഇല്ല. ഇപ്പൊ പിന്നെ എന്താ ഉള്ളേ? ഇപ്പൊ എന്താ ഉള്ളേ? പ്രാർത്ഥനയില്ല, പാട്ടില്ല, വേദപുസ്തകായനമില്ല, ഉപവാസമില്ല, രാവിലെ പള്ളി പോകുന്നുമില്ല. പിന്നെ എന്താ ഉള്ളേ? മൊബൈൽ ഫോൺ. കറക്റ്റാ, അതേ ഉള്ളു. ഇപ്പോ TV സീരിയൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ഈ ആദ്യ സ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്നത് കുടുംബജീവിതത്തിലെ സ്നേഹമാകാം, സഭയിലെ സ്നേഹമാകാം, ദൈവത്തോടുള്ള സ്നേഹമാകാം, സുവിശേഷപരമുള്ള സ്നേഹമാകാം. എല്ലാ സ്നേഹവും ഇതിനകത്തുണ്ട്. ഈ യേശുക്രിസ്തു എന്തിനാ നിങ്ങൾ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞ എന്തിനാ? അത് ആത്മാവും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശുവും പറഞ്ഞു ആദ്യ സ്നേഹത്തിൽ മടങ്ങി വരണം. പരിശുദ്ധാത്മാവും പറഞ്ഞു നിങ്ങൾ ആദ്യ സ്നേഹത്തിൽ. രണ്ടുപേരുടെ പറയാൻ കാര്യം എന്താ? നിങ്ങള് സ്നേഹത്തിൽ സ്നേഹമില്ലായ്മയെ ജയിക്കണം, അല്ലെങ്കിൽ സ്നേഹമുള്ളവരാകണം എന്ന് യേശു പറഞ്ഞത് എന്തിനാ? യേശു പറയാൻ കാരണം, യേശു നമ്മളെ സ്നേഹിച്ച് ജയിച്ചവനാ. പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ ഫലം എന്താ? എത്ര ഫലമുണ്ട് ആത്മാവിന്? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തില് ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ വാക്യം ഏതാ? സ്നേഹം.
അതുകൊണ്ട് ആത്മാവ് പറയാൻ കാരണം ആത്മാവ് നമ്മളെ സ്നേഹിച്ചവനാ. യേശു എന്ന് പറയാൻ കാരണം യേശു നമ്മെ സ്നേഹിച്ചവനാ. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പറഞ്ഞത് ദൈവസ്നേഹം വർണ്ണിക്കുവാൻ വാക്കുകൾ പോരാ, പിന്നെ നന്ദി ചൊല്ലി തീർക്കുവാൻ ജീവിതം പോരാ, പിന്നെ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും. അതുകൊണ്ടാണ് ഈ സഭയോട് പറഞ്ഞ, സഭയെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ആത്മാവ് പറഞ്ഞു, നിങ്ങൾക്ക് തന്ന ആത്മാവിന്റെ ആദ്യത്തെ ഫലം സ്നേഹമാണ്. അതുകൊണ്ട് നിങ്ങൾ ജയിക്കണം. ദൈവ സ്നേഹം പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ എത്ര സ്തുതിച്ചാലും ദൈവസ്നേഹം വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ജീവിതം പോരാ. ആരോടാ? യേശുവിനോട്. നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചൊരു വാക്യമുണ്ട്, യോഹന്നാൻ 3:16. God so loved the world that he gave his only begotten. Whoever believes in him shall not perish but have everlasting life. परमेश्वर ने जगत से ऐसा प्रेम रखा ताकि उसने अपने एकलौते पुत्र को दे दिया, ताकि जो कोई उन पर विश्वास करे वो नाश नहीं होगा परंतु आनंद जीवन पाएगा. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹം എന്തായിരുന്നു? ആ സ്നേഹം നമുക്കറിയാം, ക്രിസ്മസിലാണ് ആ സ്നേഹം വെളിപ്പെട്ടത്. ആ സ്നേഹം ക്രിസ്മസിൽ ഇറങ്ങി വന്നു മനുഷ്യനായിട്ട്. അത് കഴിഞ്ഞ് മനുഷ്യരോട് കൂടെ നടന്നു. ആ സ്നേഹം മനുഷ്യനോട് കൂടെ കരഞ്ഞു. ആ സ്നേഹം മനുഷ്യന് അപ്പം കൊടുത്തു. ആ സ്നേഹം മനുഷ്യനെ സൗഖ്യമാക്കി. ആ മനുഷ്യന് കണ്ണീരൊപ്പി. അവന് തലചായ്പാൻ ഇടമില്ലായിരുന്നു. അവന് വസിക്കുവാനായിട്ട് ഭവനമില്ലായിരുന്നു. മലകളും താഴ്വരകളും നദീതീരങ്ങളും കടലുകളും കടന്ന് അവൻ നടന്നു. പാവപ്പെട്ടവന്റെ കൂടെ നടന്നു. ദരിദ്രന്റെ കണ്ണുനീരൊപ്പി. അവസാനം ലോകം അവന് മുൾക്കിരീടം നൽകി. ആ മുൾക്കിരീടം അവൻ ചുമന്നു. അവന്റെ കയ്യിൽ ആണികൾ അടിച്ചു. അവന്റെ കാലിൽ ആണിമേൽ അടിച്ചു. എടുക്കാൻ വയ്യാത്ത ഒരു കുരിശ് അവന്റെ തോളിൽ വെച്ചു കൊടുത്തു. അവന്റെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ചു. അവന്റെ ചാട്ടാവാറ കൊണ്ട് അവന്റെ മുഖത്ത് അടിച്ചു. അവന്റെ മുഖത്ത് തുപ്പി. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ആണി അടിക്കേണ്ടത് എന്റെ കയ്യിലായിരുന്നു. ആണി അടിക്കേണ്ടത് എന്റെ പാദത്തിലായിരുന്നു. കുരിശ് ചുമക്കേണ്ടത് ഞാനായിരുന്നു. മുൾക്കിരീടം എന്റെ തലയിലായിരുന്നു വെക്കേണ്ടത്. മാത്രമല്ല തുപ്പേണ്ടത് എന്റെ മുഖത്തായിരുന്നു. ഞാനായിരുന്നു പാപി. എന്നാൽ പാപമില്ലാത്തവൻ പാപിയായ എനിക്ക് വേണ്ടി പാപിയായി തീർന്ന ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോ, സ്നേഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇനിയും സ്നേഹിച്ച് രണ്ടാമത് വരാമെന്ന് പറഞ്ഞ ലോക ചരിത്രത്തെ രണ്ടായി വിഭാഗിച്ച ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുവാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി പ്രശോഭനം പറഞ്ഞാട്ട് പ്രൈസ് ദി ലോർഡ്. അവനാ പറഞ്ഞത്, നിങ്ങൾ ജയിക്കണം, നിങ്ങൾ ജയിക്കണം. നിങ്ങൾ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. നാം തെരുവിലിറങ്ങി യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം ചെയ്യുമ്പോ യേശുവിന്റെ കണ്ണ് നിറയുന്നു. വീണ്ടും നാം തെരുവിലിറങ്ങി അന്യോന്യം യുദ്ധം ചെയ്യുമ്പോ യേശുവിന്റെ തലയിൽ നാം വീണ്ടും ഒരു മുൾക്കിരീടം വയ്ക്കുന്നു. നാം തെരുവിലിറങ്ങി യുദ്ധം ചെയ്യുമ്പോ യേശുവിന്റെ പാദത്തിൽ വീണ്ടും ആണിയടിക്കുന്നു. തെരുവിലിറങ്ങി നാം യുദ്ധം ചെയ്യുമ്പോ നമ്മുടെ കരങ്ങളിൽ, യേശുവിന്റെ കരങ്ങളിൽ വീണ്ടും നാം ആണിയടിക്കുന്നു. തെരുവിലിറങ്ങി നാം യുദ്ധം ചെയ്യുമ്പോ യേശുവിന്റെ മുഖത്ത് നാം വീണ്ടും അടിക്കുന്നു. തെരുവിലിറങ്ങി നാം യുദ്ധം ചെയ്യുമ്പോ യേശുവിനെ ചാട്ടാറ് കൊണ്ട് വീണ്ടും അടിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നീ എവിടെ വീണു എന്നറിഞ്ഞ് നീ എഴുന്നേറ്റോണം. കുടുംബജീവിതത്തിലുള്ള സമാധാനമുണ്ടോ? ഏതായാലും നമ്മുടെ ഇടയിൽ കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു വാക്കുണ്ട്, ഹണിമൂൺ. കേട്ടിട്ടുണ്ട്? എന്താ മോനെ ആ വാക്കിന്റെ അർത്ഥം? മോൻ പിള്ളേരോട് ചോദിക്കുന്നില്ലേ? അവന്മാരെല്ലാം ഉടനെ കല്യാണം കഴിക്കുന്ന പ്രയാസം. കല്യാണം കഴിച്ചോട്ട് ചോദിക്കാൻ എന്താ ഈ ഹണിമൂൺ എന്ന വാക്കിന്റെ അർത്ഥം? എല്ലാവരും എൻ്റെ മുഖത്തോട് ചിരിക്കുക. ഞങ്ങളൊക്കെ ഹണിമൂണ് പോയതാ, പക്ഷെ അർത്ഥമൊന്നും. ഹണി എന്ന് പറഞ്ഞാൽ തേൻ, മൂണെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ചന്ദ്രനോ ചന്ദ്രൻ തേനോ എന്തുവാ, എനിവേ രണ്ടുപേരും തേനും ചന്ദ്രനുമായിട്ടൊക്കെയാണ് പോകുന്നേ. അപ്പം കല്യാണം കഴിഞ്ഞ 1-ാമത്തെ വർഷം രണ്ടുപേരും കൂടെ ഒരു ഹണിമൂണിന് പോയി. ഈ പോയ സമയത്ത് ഭാര്യയുടെ കാലയിൽ ഒരു മുള്ളു കൊണ്ടു.
എടാ മക്കള് അപ്പം കൂടെ വെയിറ്റ് ചെയ്യും. ഈ കല്യാണത്തിന് ഹണിമൂണ് പോയ ഭാര്യയുടെ കാലയിൽ ഒരു മുള്ളു കൊണ്ടു. ഉടനെ ഭർത്താവ് ഓടിച്ചെന്ന് പൊന്നെ മൂരെ കുന്തിരുക്കമേ കാലിൽ മുള്ളു കൊണ്ടോ, അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഇവനങ്ങ് എടുത്ത് കയ്യിലങ്ങ് എടുത്തു. എന്നിട്ട് ഒരിടത്ത് കൊണ്ടിരുത്തി കാലയിലെ മുള്ള ചെറുക നോവുന്നുണ്ടോ 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 നോന്ന് ഹേക്കാ ഒക്കെ ചോദിച്ച് വളരെ സന്തോഷത്തോടെ വേദന എടുക്കാതെ മുള്ളൊക്കെ വലിച്ചെടുത്തു. അതാണ് ഹണിമൂണിൻ്റെ 1ാമത്തെ വർഷം. ഒരു 10 വർഷം കഴിഞ്ഞ് അടുത്ത ഒരു ഹണിമൂണിന് പോയി. 3 പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു. പോയ വഴിക്ക് ഇതുപോലെ ഭാര്യയുടെ കാലയിൽ ഒരു മുള്ള വീണ്ടും കൊണ്ടു. ഭാര്യ വിളിച്ച് പറഞ്ഞു, അയ്യോ എന്റെ കാലയിൽ മുള്ളു കൊണ്ടേ. ഭർത്താവ് ഇച്ചിരി മുന്നേ നടക്കരുത്. ഇപ്പം മുന്നിലും പുറകിലും വേണ്ട. മറ്റേ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് തോളിലൊക്കെ വെച്ച് ഒക്കെ ആയിരുന്നു പോക്ക്. ഇപ്പം മുന്നിലും പുറകിലും ഒക്കെ ആയി. ഭർത്താവ് ഭാര്യ വിളിച്ച് പറഞ്ഞു, എന്റെ കാലം മുള്ളു കൊണ്ടേ ചേട്ടാ. ഉടനെ മറുപടി, നോക്കി നടക്കടി. എന്താ പറഞ്ഞേ? 10 വർഷം മുമ്പ് പറഞ്ഞെന്താ? പൊന്നെ മോരെ നൊന്തോ. 10 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഈ സ്നേഹം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എന്ത് ചെയ്തു? വേണ നോക്കി നടക്കടി, വേണ എടുക്കടി. ആരെയാ? മുള്ള. ഇതാ ഈ സഭയോടും പറഞ്ഞത്. ആദ്യം അങ്ങോട്ട് കൂടുമ്പോൾ എല്ലോ സ്നേഹമാണെന്നറിയാം. ഇത് കഴിഞ്ഞ് വന്ന് അടി തുടങ്ങി. ഞാൻ എൻ്റെ ഇടവയിലൊരു വീട്ടിൽ, ഇവിടല്ല കേട്ടോ, ഞാൻ പോയ സമയത്ത് ഒരു സഹോദരി വിഷമിച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ പറ്റി സഹോദരി? ഉടനെ ഞാൻ സഹോദരി പറഞ്ഞു, ഇയാൾ എന്നെ അടിച്ചെന്ന്. ഞാൻ കഷ്ടകാലത്തിന് അവിടെ ചെന്ന് കയറി ചെന്ന ഭർത്താവ് അടിച്ചെന്ന്. എന്നിട്ട് ഇയാൾ അപ്പുറത്തെ മുറിയില്ലായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, അവളെന്താ ചെയ്യാൻ ചോദിക്കരുത് വെച്ചാൽ, അവളെന്താ എന്നോട് ചെയ്യാൻ ചോദിക്കാൻ? അവള് പറഞ്ഞു, ഞാൻ ഒരെണ്ണം കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യത്തില്ല, അടി നടക്കത്തില്ല. തിരിച്ചൊരെണ്ണം കിട്ടിയത് കൊണ്ട് ഇനി എന്ത് ചെയ്യും? അഥവാ അങ്ങേർക്ക് അടിക്കണം തോന്നുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് അടിക്കത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നായി ചേർന്ന ഒരു ഭാര്യയെ എങ്ങനെ അടിക്കാൻ പറ്റും? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് വേണ്ടി തന്ന ഒരു ഭർത്താവിനെ എങ്ങനെ അടിക്കാൻ പറ്റും? അത് പിശാചിന്റെ സ്വഭാവമാണ്. സ്വന്തം ഭാര്യയെ കൈപോക്കുകയാണെങ്കിൽ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കണം. കൈപോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇച്ചിരി കഞ്ഞി വിളഞ്ഞു കൊടുത്താറ്റ്. കൈപൊക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബാമ്പെട്ട് തിരട്ടിക്കൊടുത്ത് തലവേദനയുള്ള പുരട്ടിക്കൊടുത്താറ്റ്. അല്ലാതുള്ള കൈപൊക്കുകളൊന്നും ദൈവസ്നേഹത്തിൻ്റെ അടയാളങ്ങളല്ല. അനേക കുടുംബങ്ങൾ തകർന്നിരിക്കുകയാണ്, തകർന്ന് തരിപ്പണമായിരിക്കുക. എത്രയോ ഭാര്യമാരും ഭർത്താക്കന്മാരും ആദ്യ സ്നേഹം വിട്ട് ഓരോ മുറികളിൽ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ടും മുറികളിൽ ഇരുന്നുകൊണ്ട് അവരവരുടെ കാര്യം നോക്കി മക്കൾ മുഖാന്തരം ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി, വാർത്താവിനിമയം നടത്തി ഇങ്ങനെ നടക്കുകയാണ്. എവിടെയാണ് സ്നേഹം? അതോടുകൂടി മദ്യപാനത്തിൻ്റെ ലഹരിയുടെ അടിമപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാർ കേരളത്തിലെ ക്രിസ്തീയ സഭയെ കാർന്നു തിന്നുന്ന ഒരു വലിയ രോഗമാണ് ഈ ലഹരി, ഈ മദ്യപാനം. അത് നമ്മളെയൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എഫെസോസിലെ സഭയോട് പറയുകയാണ്, നീ എവിടെ വീണു എന്നറിഞ്ഞ് നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞു, ഞാൻ സ്നേഹം തന്ന് നിന്നെ വീണ്ടെടുത്തു. അതുകൊണ്ട് നീ സ്നേഹത്തെ ജയിക്കണം, അല്ല സ്നേഹമില്ലായ്മയെ ജയിക്കണം. ആത്മാവിന്റെ ഫലം എന്താണ്? ആത്മാവിന്റെ ഫലമോ ഗലാത്യർ 5:22 വായിച്ചാട്ടെ. ഗലാത്യർ 5:22. ആത്മാവ് സഭയോട് പറയുന്നു, നീ എവിടെ വീണു എന്ന് അറിഞ്ഞ് എന്ത് ചെയ്തോണം? വായിച്ച 5:22. ആത്മാവിന്റെ ഫലമോ സ്നേഹം. എത്ര എണ്ണം ഉണ്ട്? പറയാം, കാണാതെ പറയാം. എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാം അവിടെ? 9 എണ്ണം ഉണ്ട്. അതിന്റെ മേൽ ഒഴിച്ചിട്ടുണ്ട് ജഡത്തിന്റെ ഫലം. എത്ര എണ്ണം അറിയാം? 5:18, 19. ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞ് എത്ര എണ്ണം അറിയാം? 15. കറക്റ്റാ പറഞ്ഞത്. നിങ്ങൾ വേറെ വിടുക്കന്മാരാണ്. 15 എണ്ണം. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, പിന്നെ വിഗ്രഹാരാധന, അസൂയ, പക, പിണക്കം, ഭിന്നത, ജാരശങ്ക, ക്രോധം, പിശാചം, ശാഠ്യം, പിന്നെ ദ്വന്ദ്വപക്ഷം, ഭിന്നത. അയ്യോ, അസുഖമില്ലാത്ത മരുന്നില്ലാത്ത ഒരു സാധനം എന്താ? അസൂയ. പിന്നെ മദ്യപാനം. അടുത്ത വായില്, ഈ വക പ്രവർത്തിക്കുന്നവൻ, ഉറക്കമായിര്, ഈ വക പ്രവർത്തിക്കുന്നവൻ. ഈ 15 എണ്ണം കയ്യിലുണ്ടോ എങ്ങോട്ട് പോകത്തില്ല. സ്വർഗത്തിൽ പോയിരിക്കുക എല്ലാവരും കൂടെ. ആ കൊച്ചു പറഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോവാം. ശരിയാ, മിക്കവാറും വീട്ടിലോട്ട് പോകും നടക്കത്തുള്ളൂ. ഈ വക പ്രവർത്തിക്കുന്നവൻ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. അതുകൊണ്ട് ആത്മാവ് പറഞ്ഞു,
നിങ്ങൾ ജയിക്കണം. കാരണം ആത്മാവ് വന്നിരിക്കുന്ന ആദ്യത്തെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഈ വകയ്ക്ക് വിരുദ്ധമായി യാതൊരു ന്യായപ്രമാണവുമില്ല. അതുകൊണ്ട് ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടത് ആത്മാഭിഷേകം, ആത്മനിറവ്, ആത്മസ്നാനം, ആത്മഫലം, ആത്മവരം. ഇത് നിറഞ്ഞ സഭ സ്നേഹിക്കും. ഇതില്ലാത്ത സഭകളിൽ സ്നേഹമില്ലാതായി തീരും എന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് സ്നേഹിപ്പാനായിട്ട് കഴിയുമോ? ഈ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് അകാലത്തിൽ മരിച്ച ഒരു സഹോദരി, ഭർത്താവ് മരിച്ച ഒരു സഹോദരി ഞാൻ ബാംഗ്ലൂർ വെച്ച് കണ്ടു. ആ സഹോദരിയോട് പറഞ്ഞു, അച്ഛാ, ഞാനും എൻ്റെ ഭർത്താവും കൂടെ 15 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ. 15 വർഷം കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഞാനൊരു വിധവയായിട്ട് 10-12 വർഷങ്ങളായി. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഈ വിധവയായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ എന്തെങ്കിലും ഞങ്ങളോട് വല്ലതും പറയാനുണ്ടോ? ആ സ്ത്രീ പറഞ്ഞു, ഉണ്ടച്ഛ, അച്ഛൻ പ്രസംഗിക്കാൻ പോകുന്നിടത്തൊക്കെ ഇത്രയും വിളിച്ച് പറഞ്ഞേക്കണം, ജീവിതം വളരെ ചുരുക്കമാണ്. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര വർഷം ജീവിക്കുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല. ഒരു ബൈക്ക് ആക്സിഡന്റ് മതി ഭർത്താവ് മരിക്കാൻ. വീട്ടിൽ ഇരുന്ന ഫാൻ തല വീണാൽ ചിലപ്പോൾ ചത്തുപോകും. അടുക്കളയിൽ നിന്നൊരു ഷോക്കേറ്റ് അടിച്ചാൽ ഭാര്യ മരിക്കും. എപ്പം മരിക്കുമെന്ന് നമുക്കൊന്നും അറിയത്തില്ല. ഹൗ ലോങ് വി വിൽ ലീവ് നൺ ഓഫ് us know. നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ആ സ്ത്രീ എന്നോട് പറയുകയാണ്, എനിക്ക് 15 വർഷമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ഒരു കുറ്റബോധം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഭർത്താവിനെ വീണ്ടും വണ്ണം സ്നേഹിച്ചു. എൻ്റെ ഭർത്താവിനെ 15 വർഷം വീണ്ടും വണ്ണം സ്നേഹിപ്പാൻ പറ്റുമെന്നുള്ളൊരു കുറ്റബോധം എൻ്റെ ഉള്ളിൽ കിടന്നങ്ങ് അലയടിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മനസ്സ് വരുന്ന ആദ്യത്തെ ചോദ്യം, ഞാൻ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ സ്നേഹിച്ചു. എന്നിട്ട് ആ സ്ത്രീ എന്നോട് പറഞ്ഞ ഇതാണ്, അച്ഛൻ എല്ലാവരോടും പറഞ്ഞേക്കണം, ജീവിതം വളരെ ഷോർട്ടാണ്, ചുരുക്കമാണ്. എല്ലാവരോടും പറയണം, സ്നേഹിക്കുക, 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 മരിക്കുക. ലവ് 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 ആൻഡ് ഡൈ. അത് സഭാജീവിതത്തിലും കുടുംബജീവിതത്തിലും. പാട്ടുകാരൻ അതിനോട് ചേർന്ന് എഴുതി വെച്ചു, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെയെല്ലാം, സ്നേഹത്തിലൂടെ എല്ലാം, ദൈവ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവകരണമേ ദിവ്യ തേജസ്സ എന്നിൽ നിറയ്ക്കണമേ, എന്നിൽ നിൻ സ്വഭാവകരണമേ ദിവ്യ തേജസ്സ എന്നെ നിറയ്ക്കണമേ. ഇല്ല അങ്ങേ മാഹം ഇല്ല അങ്ങേ പുകഴ്ചയ്ക്കുവാൻ തീർന്നിടമേ പ്രിയരേ. തിരുനാമം തീർന്നിടമേ പ്രിയരേ. തിരുനാമം എല്ലാം. എന്നിട്ട് ഈ സഭയോട് പറഞ്ഞു, സ്നേഹിക്കണം. കർത്താവ് നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കണം. ആത്മാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ആത്മാവിനെ തന്നു. ആത്മാവിന്റെ ആദ്യത്തെ ഫലം സ്നേഹമാണ്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വായിച്ചേ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അടുത്ത വാക്യം എന്താ പറഞ്ഞിരിക്കുന്നു? വെളിപ്പാട്, നീ ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്ന് ഓർത്ത മാനസാന്തരപ്പെടണമെന്ന്. ഈ അപ്പോസ്തലപ്രവൃത്തി 2:42 ഉപദേശം, കൂട്ടായ്മ, അത്ഭുതം, പ്രാർത്ഥന, ഇവിടെ എല്ലാം നീ വീണിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ഒന്ന് മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ വന്നപ്പോൾ തൊട്ട് ചോദിക്കുക, അർത്ഥം എന്താ? ഇയാൾക്ക് വല്ല അർത്ഥം വല്ലോ അല്ലേ? എന്താ മാനസാന്തരം എന്ന വാക്കിന്റെ അർത്ഥം? തിരിഞ്ഞു നോക്കാം. രൂപാന്തരപ്പെടുക. അപ്പൊ രൂപാന്തരപ്പെടുന്നതിന്റെ അർത്ഥം മാനസാന്തരപ്പെടുക. മാനസാന്തരം എന്ന വാക്ക് 2 വാക്കാണ്. മലയാളത്തിൽ 2 വാക്കുകൾ കൂട്ടിച്ചേർത്താണ് മനസ്സ്, അന്തരം. മോനെ, മനസാന്തരം എന്ന്
മലയാളത്തിൽ പറയത്തില്ലേ വെട്ടിമുറിച്ച് എഴുതാൻ? മനസ്സ് അന്തരം. ഒന്നിച്ചെഴുതുമ്പോൾ മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിനുണ്ടാകുന്ന അന്തരം. അന്തരം എന്ന് പറഞ്ഞാൽ മാറ്റം. ഞാനിപ്പോൾ നിങ്ങളെ നോക്കിയിരിക്കുകയാണ്, നിങ്ങൾ എന്നെ നോക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും, എനിക്ക് നിങ്ങളെ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും. ഇതാ മാനസാന്തരം. മനസ്സിനുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മാറ്റം. അതുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ മനസ്സ് മാറ്റി. നിങ്ങൾക്ക് വേണ്ട കൂട്ടായ്മ, സ്നേഹം, പ്രാർത്ഥന, ആരാധന, കൊടുപ്പ് എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ അവിടെ നിന്ന് വീണു. ദൈവത്തോട് നിങ്ങൾക്ക് സ്നേഹമില്ല, യേശുവിനോട് നിങ്ങൾക്ക് സ്നേഹമില്ല, ആത്മാവിനാൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നില്ല. നിങ്ങളെ നിയന്ത്രിക്കുന്നത് മദ്യമാണ്, ലഹരിയാണ്, ഈ ജനീയ സുഖങ്ങളാണ്. മാത്രമല്ല, നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ ലോകത്തിലെ സമ്പത്തുകൾക്ക് മുന്നിൽ ഓട്ടമാണ്. അതുകൊണ്ട് എവിടെ വീണിരിക്കുന്നു എന്നറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സൊന്ന് മാറ്റണം. അടുത്ത കാര്യം വായിച്ചേ. ആദ്യത്തെ പ്രവൃത്തി അതെവിടെ കഴിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തിയില്ല. ആദ്യത്തെ പ്രവൃത്തി അപ്പോസ്തല പ്രവൃത്തി 2:42 മുതൽ. അത് നിങ്ങൾ ചെയ്യണം. അടുത്തത്, അല്ല ഞാൻ ഒരു കാര്യം ചെയ്യും. എന്ത് ചെയ്യും? ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് നിന്നെ ഞാൻ മാറ്റും. എൻ്റെ ക്രൈസ്തവ സ്നേഹിതരെ, നാം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നമ്മെ ദൈവം മാറ്റുമെന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് എന്ന് നാം ചിന്തിച്ചാൽ മതി. മാറ്റും. അടുത്തത് വായിച്ചു. എന്നാൽ നിക്കോലോവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നുള്ളൊരു നന്മ. നിക്കോലോവിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്, പിന്നെ വേദവസ്തം പറഞ്ഞിരിക്കുന്നത് നിക്കോളാസ് എന്ന് പറയുന്ന ആൾക്കാരുടെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് യേശുക്രിസ്തുവിനെ, കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ഒരു കൂട്ടരാണെന്നൊക്കെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. എന്നാൽ അവരുടെ ഉപദേശം നിങ്ങൾ അനുസരിക്കുന്നില്ല. അടുത്തത് അത് ഞാനും. എന്നിട്ട് അവസാനം പറഞ്ഞിട്ടുണ്ട്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ആര് കേൾക്കട്ടെ? ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയില്ലാത്തവൻ കേൾക്കണ്ട. പണ്ടൊരു അച്ഛൻ പറഞ്ഞ പോലെ കൈ കൊണ്ടുവന്നവരൊക്കെ അടിക്കുക, കൈ ഇല്ലാത്തവരൊന്നും കൈ അടിക്കുകയും വേണ്ട. അടുത്ത വാക്യം വായിച്ചു. ജയിക്കുന്നവന് ഇനി ജയിക്കുന്നവന് ഒരു 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 സമ്മാനം ഉണ്ട് കേട്ടോ. ഇതെല്ലാം സമ്മാനങ്ങളുടെ നല്ലേ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അവൻ കറക്റ്റ് പോകും. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. സമ്മാനങ്ങളുടെ സമയമാണ്. കർത്താവും പറഞ്ഞു, നീ ജയിക്കുകയാണെങ്കിൽ ഞാനൊരു സമ്മാനം തരാം. എന്താ സമ്മാനം? അത് വായിച്ചേ. ജയിക്കുന്നവന് ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവൻ. അതെന്താ ഫലമായി? ഇത് പറുദീസയിൽ അങ്ങനെ ഫലമുണ്ടോ? പണ്ടൊരു ഫലം പറിക്കാൻ പോയതിന്റെ ഫലം അനുഭവിച്ച് നമ്മളെല്ലാം കൂടെ അല്ലേ? ഏൻ തോട്ടത്തിൽ എത്ര ഫലം ഉണ്ടായിരുന്നു? ഏൻ തോട്ടത്തിൽ എത്ര ഫലം ഉണ്ടായിരുന്നു? ഏൻ തോട്ടത്തിൽ കർത്താവ് തിന്നരുന്ന് പറഞ്ഞ ഏതായിരുന്നു? നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം. അത് കഴിച്ചിട്ട് ഇവർ അത് കഴിച്ചു, പറിച്ചു നിന്നു. ആരാ ആദ്യം കഴിച്ചേ? ഹവ്വ ഈ സാത്താന്റെ അടുത്തിരുന്നപ്പം ആദാം കൂടെ ഉണ്ടായിരുന്നു? ഇല്ല. 136 വർഷമായിട്ട് വേദവസ്തം വായിക്കുക. ഹവ്വ ഫലം പറിച്ചപ്പം ആദാം ഇല്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം എടുത്ത് കൊണ്ടൊന്ന് നോക്കിയിട്ട് ഞാൻ നിർത്താം. എല്ലാവരും ഹവായ കുറ്റം പറയുന്നത് കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം എടുത്ത്, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമിയെന്ന് സ്ത്രീ കണ്ട ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു. അവനുണ്ടായിരുന്നു അവിടെ. അവനില്ലാതെ പിന്നെ അത് ഭർത്താവിനാണ് കൊടുത്തേ. ഒന്ന് വായിച്ചേ. ഈ മൈക്കിൽ കൂടെ വായിക്കുക. ഇവരെ കൊണ്ട് വായിപ്പിക്കുക. 6-ാം വാക്യം. ഉറക്ക വായിക്കും. മൈക്കില്ലേ? എന്ന് സ്ത്രീ കണ്ട് ഉണ്ടായിരുന്നു. അവനുണ്ടായിരുന്നു അവിടെ. പിന്നെ നിങ്ങളില്ലെന്ന് പറഞ്ഞേ. ദൈവമേ, മഴ പോയി. അവനോടുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ 2-ാമത്തെ ഫലം പറിച്ചു തിന്നരുത്. അത് ജീവവൃക്ഷത്തിന്റെ ഫലമാണ്. അത് പറുദീസയിൽ ഞാൻ നിങ്ങൾക്ക് തരും. മഴ പോയി, കുഴപ്പമില്ല, പേടിക്കണ്ട. പറിച്ച് ആ വൃക്ഷത്തിന്റെ ഫലം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. അതുകൊണ്ട് ജയിക്കുന്നവൻ ഇനിയും ആദാമിന് ഹവ്വായ്ക്കും കിട്ടാത്ത ഫലം നമുക്ക് തിന്നും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്
അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവരുടെ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനും ചുവടുകളെ, അനുഗമിച്ചിടും. നാം നിൽക്കുന്ന സ്ഥാനത്ത് ഇരിക്കുന്ന സ്ഥാനത്ത് കണ്ണുകളെ മടക്കി കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് ജയിക്കുവാൻ പറഞ്ഞത് യേശു തമ്പുരാനാണ്. ഞങ്ങളോട് ജയിക്കാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവാണ്. ഞങ്ങളോട് ഇന്നും പറയുന്നത് ജയിക്കണം. ജയിക്കുന്നവന് ലഭിക്കുന്ന ഫലം പരദീസയിലെ ജീവവൃക്ഷത്തിന്റെ ഫലം. അത് കഴിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. കർത്താവെ, ഈ വൃക്ഷഫലം കഴിച്ച് അത് വാങ്ങി കർത്താവെ നിത്യതയിൽ കർത്താവിൽ നിന്ന് വാങ്ങി മരണം, ശാപം, ശിക്ഷ എല്ലാം മാറി സ്നേഹത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തലകൾ വടക്കാണ്ട് കണ്ണുകൾ അടച്ചാണ്ട്. കർത്താവെ, കുടുംബജീവിതത്തിൽ സ്നേഹം കുറഞ്ഞു പോയെങ്കിൽ, സഭാജീവിതത്തിൽ സ്നേഹം കുറഞ്ഞു പോയെങ്കിൽ, വ്യക്തിജീവിതത്തിൽ സ്നേഹം കുറഞ്ഞു പോയെങ്കിൽ, അല്ല ഞാൻ മറ്റെന്തിനെയോ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ അടക്കാം, കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അതിവാസികമായി സ്നേഹിക്കുന്ന നല്ല കർത്താവെ, എല്ലാ സഭകളോടും കർത്താവ് ഒരുമിച്ച് പറഞ്ഞു, നിങ്ങൾ ജയിക്കണം. കർത്താവെ, ജയിക്കുന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ മാറ്റിക്കളയുമെന്ന് അങ്ങ് മുന്നറിയിപ്പ് തന്നല്ലോ. അത് കുടുംബജീവിതത്തിലായാലും ഇടവക ജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും കർത്താവെ, ജയിച്ച പരദീസയിൽ സ്വർഗരാജ്യത്തിൽ ജീവവൃക്ഷത്തിന്റെ ഫലം പഠിക്കുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്നോട്ട് എല്ലാ ദൈവത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളെ സ്നേഹിച്ചവൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സ്നേഹമില്ലായ്മയെ ജയിക്കണം. ഞങ്ങളിൽ വന്ന ആത്മാവ് ഞങ്ങളോട് പറഞ്ഞു, നീ പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ച് സ്നേഹമില്ലായ്മയെ ജയിക്കണം. അങ്ങനെ ജയിച്ച് കർത്താവിനോട് ജയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം നീ കേൾക്കുമാറാകണമേ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളാം. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും നമ്മുടെ എല്ലാവരോടും നാം നിശ്ചയിച്ച തിരുവേല സത്യങ്ങളോടും തുടർന്നുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തോടും ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.